കാറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഭാസ്കരൻ അങ്ങനെ കടയിൽ വന്ന് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. എൻ്റെ മകൻ കല്യാണം കഴിച്ചു, എൻ്റെ വീട്ടിൽ പെണ്ണ് വാഴത്തില്ലെന്ന് പറയുന്ന എല്ലാവർക്കും ഇതൊരു മറുപടിയാണ്. ആ ഇരിക്കുന്ന എൻ്റെ ചേട്ടനുണ്ടല്ലോ, ഗംഗാധരൻ, അങ്ങേരും കൂടെ കേൾക്കാനാവും പറയുന്നത്. എൻ്റെ മോൻ കല്യാണം കഴിച്ചു, എൻ്റെ മോന് ഒരു പെണ്ണുമായിട്ട് ഇന്ന് വീട്ടിലേക്ക് വരും, അതിനാടാ ലൈറ്റ് ഇടുന്നത് എന്ന് പറയണം. അപ്പോൾ അവിടുത്തെ കടക്കാരൻ ചോദിക്കുകയാണ്, ആന്ന് ഭാസ്കരേട്ടാ, അതാ ചുമ്മാ പറയുകയാണ്, എന്താടാ അവന്മാർക്ക് വട്ടമുണ്ടോ, അതുകൊണ്ടല്ലേ അവന്മാരുടെ ലൈറ്റ് ഇടുകയെന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. എന്നിട്ട് ഗംഗാധരൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, ഇവിടെ ഇരുന്നാലേ എൻ്റെ മോനും മരുമോളും കൂടെ വരുന്നത് കാണാം, ഇവിടെ നിന്ന് കണ്ടാൽ മതി, എൻ്റെ വീട്ടിൻ്റെ പടിയിൽ കയറിയ കാല് തല്ലുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ കുറേ ബഹളം വെക്കുന്നുണ്ട് അവിടെ കിടന്ന് എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതൊന്നും ഗംഗാധരൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. സമയത്ത് നിധിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. നിധിയുടെ വീട്ടിലാണെങ്കിൽ നിധിയുടെ അമ്മ ഭയങ്കര കരച്ചിലാണ്. സാന്ദ്ര വന്നിട്ട് പറയാണ്, അമ്മേ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കുക, ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ പല അസുഖവും വരും എന്ന് പറയാണ്. എങ്ങനെ കരയാതിരിക്കും, ഇനി എന്തിനാ ജീവിക്കുന്നത്, രാജീവട്ടൻ പോയി കതകടച്ച് ഇരിക്കുകയാണ്, എനിക്ക് പേടിയാവുമെന്ന്. രാജീവട്ടൻ്റെ മനസ്സെനിക്കറിയാവുന്നത് കൊണ്ടാണ് എനിക്കിത്രയും പേടി, രാജീവട്ടൻ നോക്കിയിട്ട് വരെ എനിക്ക് ആകെപ്പാട് ടെൻഷനാവുന്നു എന്ന് പറയണം. അപ്പം സാന്ദ്രയുടെ അച്ഛൻ പറയാണ്, രാജീവ് ഇത്ര നേരം സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് പറയാണ്. ഇല്ല പറ്റത്തില്ല, ഞാനത് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ അമ്മ പോയി കഥയിൽ തട്ടുകയാണ്. അപ്പോൾ രാജീവ് അകത്ത് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കണ്ണൊക്കെ തുറത്തിട്ട് രാജീവ് പറയാണ്, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ സാന്ദ്ര പറയാണ്, അമ്മേ അച്ഛൻ പറയുന്നത് കേട്ടില്ല, അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ, അമ്മ ഇവിടെ വന്നിരിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ നിധിയുടെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാണ്. അരുണിനെയും കാണുന്നില്ലല്ലോ എന്ന് സാന്ദ്രയുടെ അമ്മ ചോദിക്കുകയാണ് സാന്ദ്രയുടെ അടുത്ത്, നീ വിളിച്ചില്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറകെ പോയതായിരിക്കുമോ, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ലേ കല്യാണം നടന്നത്, ഇനി അതിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ വലിയ കേസാവും മോളെ, ഒന്ന് വിളിക്കുക എന്ന് പറയുകയാണ് സാന്ദ്രയുടെ അമ്മ. അങ്ങനെ സാന്ദ്രയാണെങ്കിൽ അരുണിനെ വിളിക്കുന്നുണ്ട്, അരുണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിധിയുടെ അമ്മ സാന്ദ്രയുടെ ചോദിക്കുകയാണ്, നീയായിട്ടല്ലായിരുന്നു അവളുടെ കൂട്ട്, അവളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ സാന്ദ്ര പറയുന്നത്, സൂര്യയായിട്ടുള്ള വിവാഹം അവൾക്ക് ആദ്യം തൊട്ടേ ഇഷ്ടമല്ലായിരുന്നു. അപ്പം നിധിയുടെ അമ്മ പറയാണ്, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയാലും ഇത്രയും നാണക്കേടും വിഷമമില്ലായിരുന്നു. ഇത് ഒന്നും അറിയാത്ത ഒരു ഡ്രൈവറിൻ്റെ കൂടെ അവൾ പോയാൽ എന്താലോചിച്ചിട്ടാണ്, അവൾ എങ്ങനെ അവിടെ ജീവിക്കും, അവൾ എന്തെങ്കിലും ആലോചിച്ചിട്ടാണോ പോയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അമ്മ ഭയങ്കര കരച്ചിൽ. ഇതെല്ലാം കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സുധീഷിൻ്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ആഘോഷമാണ്. പുതിയൊരു പെണ്ണ് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആഘോഷമായി അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പാട്ടും ബഹളവും എല്ലാം നടക്കുന്നുണ്ട്. ഈ സമയത്താണ് സുധീഷിൻ്റെ അമ്മായിയുടെ വീട്ടിൽ, അമ്മായി ആണെങ്കിൽ തുണിയൊക്കെ ആണെങ്കിൽ വിരിച്ചിരിക്കുകയാണ്. അപ്പം സുനന്ദയാണെങ്കിൽ അവിടുത്തെ ഫോണിൽ നോക്കിയാണ്, നീ എപ്പോഴും ഇതിനകത്ത് തോണ്ടിക്കൊണ്ടിരുന്നോ, ഒരു ജോലിയും ചെയ്യണ്ട. അപ്പോൾ സുനന്ദ പറയാണ്, അമ്മ എന്തിനാ വാഷിംഗ് മെഷീനിലല്ലേ കഴിവത്, ആ തുണി അവിടെ വെച്ചിരുന്നാൽ പോരായിരുന്നു, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് അടുത്ത് വിരിച്ചിടുമായിരുന്നല്ലോ എന്ന് പറയാണ്. എന്താടി അപ്പുറത്ത് പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നത്, എന്താ വിശേഷം, എനിക്കറിയത്തില്ല എന്ന് സുനന്ദ പറയുകയാണ്. അതിലേക്കൂടെ പോയ രണ്ടുപേരുടെ അടുത്താണെങ്കിൽ അമ്മായി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ വിശേഷം, അറിയത്തില്ല ചേച്ചി, അവിടെ ലൈറ്റും പാട്ടും കേൾക്കുന്നുണ്ട്, ചേച്ചിയുടെ ആങ്ങളുടെ വീടല്ലേ, പോയെന്ന് അന്വേഷിച്ചിട്ട്. എൻ്റെ ആങ്ങളുടെ വീടെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ ചീത്ത പറയുന്നുണ്ട്. നീ എന്ന് പോയി അന്വേഷിക്കുക, അവിടെ എന്താ വിശേഷമെന്ന്. അവന്മാരുടെ ആരുടെയെങ്കിലും കല്യാണം കഴിഞ്ഞോ. അപ്പോഴത്തേക്ക് സുനന്ദയ്ക്ക് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ട്. ഞാനങ്ങ് പോകത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ അവിടെ പോകുന്നത്, പിന്നെ ഞാൻ പറഞ്ഞാൽ പോവാതിരിക്കില്ലേ, 24 മണിക്കൂറും അവിടെയാണ്, പോയി അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വന്നോണം, പറഞ്ഞു കേട്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് എൻ്റെ പല്ലടിച്ചകത്തേക്കും എന്നും പറഞ്ഞ് അമ്മായി ചൂടാവുകയാണ് സുനന്ദയുടെ അടുത്ത്. അങ്ങനെ സുനന്ദ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബഹളവും ഡാൻസും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര പാട്ട് പാരണം, സുനന്ദ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ. എന്താ ഇവിടെ, എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണെന്ന് പറയാണ് സുധീഷിൻ്റെ അനിയൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ വരുന്നതാണല്ലോ, എൻ്റെ അമ്മയല്ലേ നിങ്ങളോട് മിണ്ടാത്തത്, ഇനി ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ വരുന്നതാണല്ലോ, എന്നോട് പറയാൻ ഞാൻ എന്താണെന്ന് ചോദിച്ചു എന്താ പരിഭവം പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ പാട്ട് ഇട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴാണ് സുഭാഷ് ഇറങ്ങി വരുന്നത്. അല്ല, ഇന്ന് കല്യാണമായിട്ട് എന്നോട് പറയാൻ എന്താണെന്ന് ചോദിച്ചു സുനന്ദയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചൂടാവുകയാണ്. അപ്പം സുഭാഷ് പറയുന്നത്, എടാ പാട്ട് നിർത്തടാ, ഒന്നും കേൾക്കാൻ വയ്യ. അങ്ങനെ പാട്ട് നിർത്തി. എന്താ, അല്ല കല്യാണമായിട്ട് എന്നോട് പറഞ്ഞില്ല, ആരുടെ കല്യാണം, സുഭാഷ് ഏട്ടൻ്റെ, ആര് പറഞ്ഞു, ഇവന്മാർ പറഞ്ഞെന്ന് പറഞ്ഞു, എൻ്റെ അല്ല സുധീഷിൻ്റെ കല്യാണമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, ചുമ്മാ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ ചേട്ടാന്ന് ബാക്കി രൂപേഷൊക്കെ പറയുന്നുണ്ട്. എന്നാലും ടെൻഷൻ അടിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പം പിന്നെ അവർ നിധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം സുനന്ദ പറഞ്ഞതനുസരിച്ച് സുഭാഷ് ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. 2 പേരില്ലേ, അപ്പോൾ 2 ആരതി വേണ്ടേ എന്നും പറഞ്ഞ് 2 തട്ടത്തൊക്കെ എടുത്തുകൊണ്ട് വരുന്നു.
അപ്പം എന്താ പറയണ, 2 ഒന്നും വേണ്ട, ഒരെണ്ണം മതി. അങ്ങനെ അവരെല്ലാം ഒരുക്കി വെക്കുവാണ്. അപ്പോൾ ഒരു പെണ്ണാണ് ആരതി ഒഴിയേണ്ടത് പറയാണ്. അപ്പം സുഭാഷ് പറയാണ്, ഇവിടെ ആരും ഇല്ലല്ലോ പെണ്ണായിട്ട്, ഞാൻ ഒഴിഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അമ്മായി അറിഞ്ഞാൽ നിന്നെ ശരിയാക്കും, അല്ല അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടല്ലേ വന്ന് വിട്ടേക്കുന്നത്, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല, അമ്മയൊന്നും പറയത്തില്ലെന്ന് സുനന്ദ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് നിധിയും കൂടെ വരികയാണ്. ഈ ആഘോഷവും ബഹളവും എല്ലാം കണ്ടപ്പോഴത്തേക്ക് സുധീഷ് നിധിയും ഞെട്ടിപ്പോവാണ്. സുധീഷ് പറയാണ്, ഓ നാട്ടുകാരെല്ലാവരും ഉണ്ട്, സകലമാന പേരും ഉണ്ട്, ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷൻ. നിധി പറയാണ്, ഇതെന്താ ഇത്? അപ്പോൾ സുധീഷ് പറയാ, ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് കാണും, അതാ എല്ലാവരും ഓടി വന്നത്, അങ്ങനെ ആരെങ്കിലും അറിഞ്ഞ് കാണും എന്ന് പറയാണ്. അങ്ങനെ ജീപ്പ് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ആളുകളൊക്കെ കൂടി നിന്നപ്പം സുഭാഷ് പറയണ, നീ ചെന്ന ആൾക്കാരെല്ലാം മാറ്റുക, വണ്ടി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ ജീപ്പ് ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും ഇറങ്ങിയാണ്. ഈ സമയത്ത് സുനന്ദയുടെ അമ്മയും ഗംഗാധരനും കൂടെ അങ്ങോട്ട് വരികയാണ്. ഇവൻ എവിടെ നിന്ന് ഈ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന്, വല്ലയിടത്തും ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും, അവിടെ നിന്ന് ആ മുതലാളിയുടെ പെണ്ണിനെ എങ്ങനെ അടിച്ചുകൊണ്ട് വന്നതായിരിക്കും. അവർ തമ്മിൽ സംസാരം നടത്തുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് പറയാണ്, ഈ പെണ്ണ് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, വല്ല പറ്റിച്ചോണ്ടും വന്നതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദയുടെ അമ്മ അവിടെ നിന്ന് നോക്കിയപ്പോൾ ആരതി ഒഴിയാനായിട്ട് നിൽക്കുന്നത് സുനന്ദയാണ്. അപ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം, അവരിങ്ങോട്ട് ഓടി വന്നു, നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കാരണത്ത് നല്ലൊരടിയും കൊടുത്ത് സുനന്ദയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് നിധിയുടെ വീട്ടിലാണെങ്കിൽ രാജീവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ്, ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനി ആൾക്കാരുടെ മുഖത്ത് എന്ത് പറയും, മുഖത്ത് എങ്ങനെ നോക്കും, ഇനി എല്ലാവരും എന്നെ എങ്ങനെ കാണും എന്നെല്ലാം ആലോചനയിൽ ഇങ്ങനെ രാജീവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്ത് നിധിയുടെ വീട്ടിൽ നിധിയെ സ്വീകരിച്ചുകൊണ്ട് സുധീഷിൻ്റെ വീട്ടിൽ വലിയ ആഘോഷവും നടക്കുന്നുണ്ട്. നമ്മുടെ സുനന്ദയെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് സുഭാഷ് പറയാണ്, വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് അടുത്ത 2 ആരതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരു ആരതി തട്ടിക്കളഞ്ഞ് സുനന്ദയുടെ അമ്മ, 2ാമത്തെ ആരതി എടുത്തുകൊണ്ട് സുഭാഷ് വരികയാണ്. അങ്ങനെ സുഭാഷ് രൂപേഷിനെ വിളിച്ചിട്ട് കൈ കൊടുത്തിട്ട് ആരതി കത്തിക്കുന്നുണ്ട്. നീ ഒഴിയടാ എന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷിനെ കൊണ്ട് സുഭാഷ് ഒഴിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നിധി. ഉഴിയലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വിളിച്ച് കയറ്റിക്കൊള്ളുമ്പോൾ ദാ വരും നമ്മുടെ ഭാസ്കരൻ സൈക്കിളിൽ, ഞാനും കൂടെ ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സൈക്കിൾ ചവിട്ടി വരുമ്പം തന്നെ പറയുന്നത്, നാട്ടുകാർ പ്രമാണികൾ മൊത്തവും വീട്ടുമുറ്റത്തുണ്ടല്ലോ, ഭാസ്കരൻ്റെ വീട്ടുമുറ്റത്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. എന്നിട്ട് പറയാണ്, ഭാസ്കരൻ്റെ മോൻ കല്യാണം കഴിച്ച് കണ്ടോ, മോനെയും മരുമോളെയും കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് ബഹളം വെക്കുകയാണ്. ഇവിടെ പാട്ട് വെക്കടാ, പാട്ട് വെച്ച് കൊടുത്ത് ഭാസ്കരൻ അവിടെ കിടന്ന് ഭയങ്കര ഡാൻസ്. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക എല്ലാവരും. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ട് നിർത്തിയിട്ട് വന്ന് നിധിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഷേക്കാൻ്റെയൊക്കെ കൊടുക്കാൻ ഒരുങ്ങിയാണ്. അപ്പോൾ സുധീഷ് കൈ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും പാട്ട് ഓണാക്കി ഭയങ്കര ഡാൻസിൽ ഇതിൻ്റെ ഇടയ്ക്ക് കള്ളൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് പാട്ട് നിർത്തിയിട്ട് നാട്ടുകാർത്തൊക്കെ പറയാണ്, കൈയടിയടാ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഭയങ്കര സന്തോഷത്തിലും ബഹളത്തിലൊക്കെയാണ്. അവസാനം സുഭാഷ് വന്നിട്ട് ഒരു അച്ഛൻ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ്, എന്നെങ്കിൽ നമുക്ക് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു ഭാസ്കരന് സുഭാഷിൻ്റെ കൂടെ ചെല്ലുകയാണ്. അങ്ങനെ അവർ ഭാസ്കരനെ പിടിച്ച് സുഭാഷ് മാറ്റുകയാണ്. എന്നിട്ട് തിരിച്ച് സുഭാഷ് വന്നിട്ട് പറയാണ്, നിങ്ങൾ കയറിക്കോ എന്ന് പറയണം. അങ്ങനെ നിധി കയറാനായിട്ട് ഒരുങ്ങുമ്പോൾ സുധീഷ് പറയാണ്, വലത് കാല് വെച്ച് കയറ്. ഇത് കേട്ടിങ്ങനെ നിധി സുധീഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.